ഇന്ത്യ ന്യൂസിലാൻഡ് നാലാമത്തെ T20 ഇന്നായിരുന്നു. ഇന്ത്യ കളി തോറ്റിരിക്കുകയാണ്. അമിതമായ ആത്മവിശ്വാസമാണ് ഇന്ത്യക്ക് പണി കിട്ടിയത്. സഞ്ജു ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫസ്റ്റ് ഇന്ന് ബാറ്റിംഗ് ചെയ്തത് ന്യൂസിലാൻഡ് ആയിരുന്നു. അവർക്ക് മികച്ചൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. 100 റൺസിലാണ് അവരുടെ ആദ്യത്തെ വിക്കറ്റ് പോയത്. അവരുടെ ഓപ്പണേഴ്സ് അടിച്ചു കളിച്ചു. ഡെവോൺ കോണവിയും സെയ്ഫർട്ടും കൂടി ന്യൂസിലാൻഡിന് നല്ല സ്കോറാണ് സമ്മാനിച്ചത്. ഇന്ത്യയുടെ ബൗളിംഗ് അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ന്യൂസിലാൻഡിനെ തളയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. അങ്ങനെ ന്യൂസിലാൻഡ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 215 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ചെറിയ സ്കോറാണ്. 10 ഓവറിൽ ഇന്ത്യ കളി ജയിപ്പിക്കുന്ന ടീമാണ്. അതുകൊണ്ട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. പക്ഷേ ഇന്ത്യക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കളിയുടെ ആദ്യ ബോളിൽ തന്നെ അഭിഷേക് ശർമ്മ ഔട്ടായി മടങ്ങി. ഡെക്കിലാണ് താരം പുറത്തായത്. അഭിഷേക് പോയപ്പോൾ ശരിക്കും ഒന്ന് ഇന്ത്യ പതറിയിട്ടുണ്ടായിരുന്നു. അഭിഷേക് പോയത് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. കാരണം ഇന്ത്യയുടെ നട്ടലായിരുന്നു അഭിഷേക്. എന്നാൽ പിന്നീട് സൂര്യകുമാറും ഔട്ടായപ്പോൾ ഇന്ത്യ ശരിക്കും ഒന്ന് ട്രാപ്പിലായി. വെറും 8 റൺസ് മാത്രമാണ് സൂര്യ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ടീം സ്കോർ 9 റൺസ് നിൽക്കെയാണ് ഇന്ത്യയുടെ 2 വിക്കറ്റ് പോയത്. പിന്നീട് സഞ്ജുവും റിങ്കു സിംഗും ചേർന്നാണ് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചത്. എന്നാൽ ഈ ഒരു കൂട്ടുകെട്ടിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ടീം സ്കോർ 55 റൺസ് നിൽക്കെ സഞ്ജു ഔട്ടായി മടങ്ങി. സഞ്ജു ഇന്ന് 3 4ഉം 1 6ഉം അടിച്ചിട്ടുണ്ടായിരുന്നു. 24 റൺസാണ് സഞ്ജു ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇന്ത്യക്ക് ന്യൂസിലാൻഡിന്റെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇന്ത്യ നാലാമത്തെ T20യിൽ തോറ്റിരിക്കുകയാണ്. ഓൾറെഡി ഇന്ത്യ പരമ്പര നേടിയതുകൊണ്ട് ഈ ഒരു മാച്ച് ഇന്ത്യക്ക് വലിയ കാര്യമില്ല. എന്നാലും ന്യൂസിലാൻഡിനെതിരെ തോറ്റത് ഇന്ത്യക്ക് ക്ഷീണം തന്നെയാണ്. ഇഷാൻ കിഷൻ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. T20 വേൾഡ് കപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു മാച്ചിൽ ഫ്ലോപ്പ് ആയാൽ പോലും അത് ടീം ഇന്ത്യക്ക് ദോഷം ചെയ്യും. സഞ്ജു ഇന്ന് ഫോമിലേക്ക് തിരിച്ചെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വരുന്ന മാച്ചിൽ സഞ്ജു മികച്ച കളി കാഴ്ചവെക്കട്ടെ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.